ഞാനിവിടെ ഒരു ദിനോസറിനെ വളർത്തുന്നുണ്ട്. പ്രീ ഹിസ്റ്റോറിക് ബീസ്റ്റാണ്. പരേഡിന് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. എൻ്റെ ഈ ഒരു പ്രശ്നം കാരണമാണ് ഈ വല ഇട്ടേക്കുന്നത്. ഹായ് ഓൾ, സ്മോൾ ഫിൻസിൽ നിന്നാണ്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മോളീസ്, പ്ലാറ്റീസ് അങ്ങനത്തെ ചെറിയ ഫിഷുകളൊന്നുമല്ല. നമ്മളിവിടെ വളർത്തുന്ന കുറച്ച് മോൺസ്റ്റേഴ്സ് ഉണ്ട്. അത് മോൺസ്റ്റർ ഫിഷുകൾ. ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സബ്ജക്റ്റ് ആണല്ലോ. എല്ലാവർക്കും ഈ മോൺസ്റ്റർ ഫിഷിനെ കീപ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ കീപ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഈ യൂഷ്വൽ ഒരു ഫിഷിനെ കീപ്പ് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് എണ്ണത്തിനെ വളർത്തുന്നുണ്ട്. ചിലതൊക്കെ കുറച്ച് വലുതായി, ചിലതൊക്കെ ഇപ്പോഴും ഗ്രോയിങ് സ്റ്റേജിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടും. അപ്പം കൂടുതൽ താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ മെയിനായിട്ടുള്ള മോൺസ്റ്റർ പോണ്ട് പോയി കണ്ടു കളയാം. അതായത് ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള മോൺസ്റ്റർ പോണ്ട്. പക്ഷേ മോൺസ്റ്റേഴ്സിനെ കീപ്പ് ചെയ്ത് ഇപ്പോൾ വീടിന് ചുറ്റും മോൺസ്റ്റേഴ്സായി. നമുക്കൊന്ന് ഇതൊന്ന് ചെക്കൗട്ട് ചെയ്താലോ. ഞാൻ വലയൊക്കെ പൊക്കി മാറ്റിയിട്ടുണ്ട്. അതെ, നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഇമ്പോർട്ട് ക്വാളിറ്റിയുള്ള ഈ ഒരു ഓസ്കാറാണ്. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്. അപ്പം ഇപ്പം കുറച്ച് വലിപ്പമുള്ളതാണ്. ഇവിടുത്തെ കിങ്ങാണ് നമ്മുടെ ഡ്രാഗൺ, അരോണ. പിന്നെ ഈ നിൽക്കുന്നതെല്ലാം പാക്കൂസാണ്, ആൽബിനോ പാക്കുകൾ. ഉണ്ടോ, പരേഡിന് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയ പാക്കുവാണ്, ബ്ലാക്ക്. പിന്നെ ആ നിൽക്കുന്നത് ഒരു വലിയ പാക്കുവാണ്, ബ്ലാക്ക്. പിന്നെ ഈ കാണുന്നത് മറ്റേ നമ്മുടെ ഗ്രീൻ ടെറർ എന്ന് പറഞ്ഞ ഫിഷാണ്. അതിന് ഇപ്പോൾ കാണാൻ വലിയ ലുക്കൊന്നും ഇങ്ങനെ നോക്കുമ്പോഴില്ല, പക്ഷേ അതിനെ നമ്മൾ ഫിഷ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറാണ്. ഇതാണ് മറ്റേ കേട്ടോ, ഇവന്മാരാണ് 2 നല്ല ഓസ്കാർ നമുക്കുള്ളത്. നമ്മുടെ കളക്ഷനിലുള്ള മെയിൻ ഐറ്റങ്ങളാണ്. ഇവൻ കുറച്ച് ചെറുതാണ് കേട്ടോ. ഇവൻ്റെ ഈ ഒരു പ്രശ്നം കാരണമാണ് ഈ വല ഇട്ടേക്കുന്നത് തന്നെ. ഇവന് കുറച്ച് ചാട്ടം കൂടുതലാണ്. പിന്നെ നമുക്ക് കുറച്ച് പേരും കൂടെ ഉണ്ട്, പക്ഷേ ഒരു ബ്ലാക്കിലേ നിൽക്കത്തുള്ളൂ. കുറച്ച് നാണം കുണുങ്ങികളാണ്. ഇത് കണ്ടോ, ഇത് ജയൻ്റ് ഗൗരകളാണ്. ഇത് ആൽബിനോ ജയൻ്റ് ഗൗരയാണ്. അതിൻ്റെ ചെറുതും ആ വലിയ സൈസും ഉണ്ട്. ആ ചെറുത് 2 എണ്ണം ഉണ്ട്, 2നും ഒരേ സൈസുള്ളത്. പിന്നെ നമുക്കിത് ഇവിടെ ഒരു നമ്മുടെ സിലോപ്പി ഉണ്ടല്ലോ, ടൈഗർ സിലോപ്പി എന്ന് പറഞ്ഞത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ, അതുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 സ്നേക്ക് ഹെഡും കിടപ്പുണ്ട് കേട്ടോ, ചെറുത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഈ പൈപ്പിൻ്റെ ഉള്ളിലോ എന്തോക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കാണുന്നില്ല. വെള്ളം കുറച്ച് ക്ലൗഡി ആയിട്ടാണ് കിടക്കുന്നത്. ഈ മഴയൊക്കെ ആയതുകൊണ്ടേ കുറച്ചൊക്കെ പായലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നത്. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് ഗൗര തന്നെ. ഇപ്പം നമുക്ക് ഇവിടെ 4 എണ്ണം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമുക്കൊരു ബ്ലാക്കും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, പക്ഷെ അവനെ ഇവിടെ കാണുന്നില്ല. അതിവിടെ സൈഡിലോ ബാക്കിലോ അത് ഇവിടെ ഉണ്ട്, പക്ഷേ അതിങ്ങോട്ട് വരുന്നില്ല. നോക്കട്ടെ, കാണാൻ. കണ്ടോ, നമ്മുടെ പാക്കൂനെ കണ്ടോ. ഈ റിഫ്ലക്ഷൻ കാരണം നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. കണ്ടത് നമ്മുടെ ഗൗരയാണ്. അപ്പോൾ ഇവന്മാർ കുറച്ച് സൈസുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ മേളിൽ നിന്ന് കാണുന്ന പോലെയല്ല. ഇവന്മാരെയൊക്കെ നമ്മൾ വലയിൽ പിടിച്ച് പൊക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള സൈസ് അറിയാൻ പറ്റുന്നത്. ഇതേ കണ്ടോ, നമ്മുടെ സ്നേക്ക് ഹെഡ് അവിടെ നിൽപ്പുണ്ട് കണ്ടോ. ഇതല്ല, അതിൻ്റെ അപ്പുറം ഈ റിഫ്ലക്ഷൻ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. അവന്മാർ ഈ പറഞ്ഞ പോലെ കുറച്ച് നാണം കുണുങ്ങികളാണ്. എപ്പോഴും വരത്തില്ല. ഉണ്ടോ. അപ്പോൾ ഇവന്മാരൊക്കെയാണ് നമ്മുടെ ഈ മോൺസ്റ്റർ പോണ്ടിലെ മെയിനായിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ ഒരു പോണ്ടിൽ എല്ലാ മോൺസ്റ്റേഴ്സിനെയും കൂടെ കീപ്പ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ മോൺസ്റ്റേഴ്സ് വളരുന്നതനുസരിച്ച് ആ മോൺസ്റ്റർ സ്വഭാവം വെളിയിൽ വന്നു. അപ്പം നമുക്ക് പലതിനെ അപ്പുറത്തോട്ടും എല്ലാം മാറ്റേണ്ടി വന്നു. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ഇപ്പോൾ വളർത്തി ഇപ്പോൾ വീടിന് ചുറ്റും മോൺസ്റ്ററായി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മോൺസ്റ്റർ പോണ്ട്. കണ്ടല്ലോ. നമ്മുടെ ഈ ഒരു പോണ്ടിലും കുറച്ച് മോൺസ്റ്റേഴ്സ് കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ അവന്മാരിപ്പോൾ കാണത്തില്ല. വലിയ നമ്മുടെ ആൽബിനോ ഷാർക്കും ഒരു ബ്ലാക്ക് ഷാർക്കും പിന്നെ നമ്മുടെ ഒരു വലിയൊരു ഗൗരയുണ്ട്, ജയൻ്റ് ഗൗര ബ്ലാക്ക്. അതും ഈ ഒരു പോണ്ടിലാണ് കിടക്കുന്നത്. അവന്മാർ ഈ തീറ്റ കൊടുക്കാൻ നേരത്തെ അങ്ങനെ വരാറുള്ളൂ. നമുക്ക് ഈ പോണ്ടിലൊരു ആമയും കിടപ്പുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ നോർമൽ ഈ കണ്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ആമ, അതും ഇതിൻ്റെ അകത്ത് കിടന്ന് വലുതായി.
ഗപ്പിയൊക്കെ ഫീഡടിച്ച് വലുതായതാണെന്നാണ് തോന്നുന്നു. ഉണ്ടോ ഇപ്പം ഫീഡ് നേരത്തെ കൊടുത്തുകൊണ്ട് ഫിഷൊന്നും ഇപ്പം വരുന്നില്ല. ക്യാമറ കൊണ്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അധികമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൽ എനിക്കിപ്പം ഫിഷിനെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തത് പോയി നോക്കാം. അടുത്ത നമ്മുടെ ഈ ഫിഷ് ടാങ്കിലാണ് കുറച്ച് മോൺസ്റ്റേഴ്സിനെ കീപ്പ് ചെയ്തേക്കുന്നത്. അതായത് ഓസ്കാർ, ഈ ആൽബിനോ ടൈഗറും പിന്നെ ഈ വൈറ്റും പിന്നെ സെവറോ ഉണ്ട് കേട്ടോ. സെവറോ അതിൻ്റെ കൂടെയാണ് കിടക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇട്ടേക്കാണ്. പിന്നെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഈ റിഫ്ലക്ഷൻ കാരണം നമുക്ക് ഒന്നും കാണാൻ പറ്റതേ. ഇപ്പോൾ കാണാവുന്ന വിചാരിക്കുന്നതേ കണ്ടോ, ഇതാണ് നമ്മുടെ വെയിൽ ടെയിൽ ഓസ്കാർ. റിഫ്ലക്ഷൻ കാരണം ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊന്ന് സഹിക്കുക. കണ്ടോ, ഇവനാണ് നമ്മുടെ വെയിൽ ടെയിൽ ടൈഗർ ഓസ്കാർ. അവൻ്റെ ഫിന്നെല്ലാം നല്ല നീളമുള്ള ഫിന്നാണ്. ഇതൊന്ന് നോക്കിയാൽ കാണാവുന്ന അതെ ഇപ്പം നിങ്ങൾക്ക് കാണാതിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വെയിൽ ടെയിൽ ഓസ്കാർ. പിന്നെ അതേ നമ്മുടെ മെയിൻ ഐറ്റം കിടപ്പുണ്ട്. നമ്മുടെ ബ്രൂണോ ക്യാറ്റ് ഫിഷ് കിടപ്പുണ്ട്, റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. ഇപ്പോൾ ഇവനെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഇവനെ ഇങ്ങനെ ഓരോ പ്രാവശ്യം ടാങ്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ മോൺസ്റ്റർ ഫിഷിൻ്റെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. വെറും ആഴ്ചകൾ കൊണ്ട് തന്നെ ഇപ്പം പെട്ടെന്ന് വലുതാവും. അതിപ്പോൾ ഇതിൻ്റെ മാത്രമല്ല, എല്ലാ മോൺസ്റ്റർ ഫിഷിൻ്റെ കാര്യമാണ്. ഫാസ്റ്റ് ഗ്രോത്താണ്. അപ്പോൾ നമ്മളത് നേരത്തെ ഈ ഒരു ടാങ്കിലായിരുന്നു ആദ്യം നമ്മൾ ക്യാറ്റ് ഫിഷിനെ ഇട്ടിരുന്നത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞത് ഈ ഒരു ടാങ്കിലോട്ടാക്കി. അത് കഴിഞ്ഞത് ഇപ്പോൾ ഇതിലോട്ടും ആക്കി. അപ്പം അവന് ഫീഡ് കൊടുക്കാൻ കുറച്ച് പാടാണ്. കാരണം നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ മിക്കതും അവനുള്ള ഫീഡാണെങ്കിലും ഒക്കെ ഈ നമ്മുടെ ഓസ്കാർ കുട്ടന്മാർ വന്ന് കഴിക്കും. അപ്പോൾ അവന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ അവൻ്റെ വായിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയൊക്കെ വേണം അവനെ ഒന്ന് തീറ്റിക്കണമെങ്കിൽ. അപ്പോൾ മോൺസ്റ്റർ ഫിഷിനെ കീപ്പ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി ഹെവി ആയിട്ട് ഫീഡ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ അവൻ്റെ ആ വയറ് ഒരു വട്ടം പോലെ ആവുന്ന അങ്ങനത്തെ ഒരു രീതിയിലാവുമ്പോഴത്തേക്കിനും നമ്മൾ അതിൻ്റെ ഫീഡ് നിർത്തും. കാരണം നമ്മൾ ഓവർ ഫീഡ് ചെയ്താൽ ഈ മോൺസ്റ്റർ ഫിഷൊക്കെ പെട്ടെന്ന് പ്രശ്നമാവും. നമ്മുടെ ഇവിടെ നമ്മൾ 2 മോൺസ്റ്റേഴ്സിനെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് സെനഗലാണ്. സെനഗൽ ഒന്നും കാണുന്നില്ലല്ലോ, എവിടെ പോയി അവന്മാർ? ദേ ഇരിക്കുന്നത് കണ്ടോ. ഇത് നമ്മുടെ ഗ്രീൻ സെനഗൽ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. എന്തായാലും സെനഗലാണ്. അപ്പോൾ ഇവനും ചെറുതായിരുന്നപ്പോൾ കൊണ്ടുവന്ന ഇവനിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇല്ലിച്ചിരി എന്ന് പറഞ്ഞ ആ സെനഗൽ, അവനും അപ്പുറേ കിടപ്പുണ്ട് കണ്ടോ. കാണാവുന്ന വിശ്വസിക്കുന്നു. കാരണം ഈ റിഫ്ലക്ഷനും പിന്നെ ഇവന്മാർ ഒളിച്ചിരിക്കുന്നതുകൊണ്ടും കണ്ടോ. ഇവൻ്റെ തേയില് മാത്രമേ ഇപ്പോൾ കാണത്തുള്ളൂ. അപ്പുറം ഇരിക്കുകയാണ്. ഇവൻ തേണ്ട രാവിലെ തൊട്ട് ആ കല്ലിൻ്റെ അകത്തോട്ട് തലയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവൻ വെളിയിൽ ഇറങ്ങി വന്നത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 അവന്മാരെ ഇതിൻ്റെ അകത്താണ് കീപ്പ് ചെയ്യുന്നത് കണ്ടോ. ചെമ്മീൻ കൊടുത്തത് ഇപ്പോഴും കിടക്കുന്നതേ ഉള്ളൂ. പയ്യെ കഴിക്കത്തുള്ളൂ കേട്ടോ. ഭയങ്കര കാമായിട്ടുള്ള മോൺസ്റ്റേഴ്സാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവന്മാർക്ക് പിന്നെ ഓക്സിജൻ്റെ ഇഷ്യൂ അങ്ങനെയൊന്നും വരാറൊന്നുമില്ല. ഇവന്മാർ മേളിൽ വന്നാണെങ്കിൽ ഓക്സിജൻ എടുത്തോളും. അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടാങ്കെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഇല്ലാതെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇവന്മാർ ഇനി ഒരുമാതിരി സൈസായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. കാരണം 10-30 സെൻറ്റിമീറ്റർ എങ്ങാണ്ടോ വലുതാവുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വലിയ സെനഗൽസിനെയൊക്കെ ചില ഷോപ്സിലൊക്കെ കണ്ടോ. നമ്മുടെ മറ്റേ സെനഗലിൻ്റെ തല കണ്ടോ കാണാമെന്ന് വിചാരിക്കുന്നു. ബ്ലർഡാണ്, പക്ഷെ എന്നാലും കണ്ടോ അപ്പുറം ഇരിക്കുകയാണ്. നമ്മൾ രാത്രി സമയത്തൊക്കെ വന്ന് ടാങ്കിൽ നോക്കുമ്പോൾ ഇലേ വഴി എല്ലാം ഇങ്ങനെ ഓടി നടക്കുന്ന കാണാം. അവന്മാർക്ക് മെയിനായിട്ട് നീന്തുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഈ അവൻ്റെ ഫിൻസ് എല്ലാം ഇട്ട് ഇങ്ങനെ നടക്കുന്ന പോലെ പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഇരിക്കുന്ന മോൺസ്റ്റേഴ്സ്. ഇനി നമുക്ക് ഒരു ദിനോസറിനെ പോയി കണ്ടിട്ട് വരാം. ഞാനിവിടെ ഒരു ദിനോസറിനെ വളർത്തുന്നുണ്ട്. ദിനോസറെന്നോ മുതലെന്നോ എന്ത് വേണേലും പറയാം. ഇത് അവന് തന്നെയുള്ളൊരു ടാങ്കാണ്. അവന് ഞാൻ ഇന്നലെ ഒരു മത്തി കൊടുത്തായിരുന്നു. അതിൻ്റെ ഇതിൽ അവനവിടെ കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഷെയ്ഡ് മാത്രമേ കാണത്തുള്ളൂ. നെസ്സി എന്നാണ് പേരിട്ടേക്കുന്നത് കേട്ടോ. നെസ്സി ചിലർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റേ നെസ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്നെസ് മോൺസ്റ്റർ നെസ്സി ഇല്ലേ, ആ ഒരു ഇതിൽ ഞാൻ ഇവന് പേരിട്ടേക്കുന്നതാണ് നെസ്സി. എല്ലാവരും പെണ്ണാണോ ആണോ എന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക്
പോയി ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഒന്നും കാണത്തില്ല, എല്ലാം ഗ്രീൻ വാട്ടറാണ്. അപ്പം നമുക്ക് അപ്പുറേ പോയി നോക്കാം. എൻ്റെ അമ്മേ, അപ്പം നമുക്ക് കുറേ പോയി നോക്കാം. ഉണ്ടോ, ഇതാണ് നമ്മുടെ നെസി. ഉണ്ടോ, ഇവന് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ വന്നായിരുന്നു, എന്തോ ഒരു ഫംഗസോ എന്തോ പറ്റി ഒരു ഇഷ്യൂ വന്നായിരുന്നു. പക്ഷെ നമ്മളതെല്ലാം എങ്ങനെയൊക്കെ ശരിയാക്കി എടുത്തു, അത് എങ്ങനെയോ ശരിയായി. അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. ഇന്നലെ ഒരു മത്തി അടിച്ചിട്ട് ഇരിക്കുന്നതാണ്. ഉണ്ടോ, ഇനിയിപ്പം റെസ്റ്റിലാണ്. നമ്മൾ ഇതിനൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഒരു ഫീഡെന്ന് വെച്ചാൽ നമ്മൾ ഹെവി ആയിട്ടൊരു ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം അങ്ങനെ ഫീഡ് ചെയ്യത്തില്ല. കാരണം അത് ഇതിൻ്റെ ഹെൽത്തിന് അത് ഇഷ്യൂ ആണ്. അപ്പം ഇതിന് ഡൈജസ്റ്റ് ചെയ്യാൻ കൂടെ ഒരു സമയം കൊടുക്കണമല്ലോ, കാരണം അത്ര ഹെവി ആയിട്ടുള്ള ഒരു ഫീഡാണ്. ഇപ്പോൾ ഒരു മത്തിയാണെങ്കിൽ ഇവൻ്റെ പകുതി ഉണ്ടായിരുന്നൊരു മത്തിയാണ്, അത് വിഴുങ്ങി, അതെങ്ങനെയാവും വിഴുങ്ങി. അത് നല്ല രസമാണ് കാണാനൊക്കെ വിഴുങ്ങുന്നത്. കാരണം ഇവൻ്റെ ഈ ഹെഡ് എക്സ്റ്റെൻഡ് ആവും. ഈ ഹെഡിൻ്റെ ഈ ഭാഗമൊക്കെ ആണെങ്കിൽ എക്സ്റ്റെൻഡ് ആയിട്ട് വലിച്ച് എടുക്കും, അകത്തോട്ട് ഒറ്റ പോക്കാണ്. അപ്പം അങ്ങനെയെല്ലാം എടുത്തിട്ട് ഇപ്പോൾ കിടപ്പാണ്. അപ്പോൾ ഇനി 2 ദിവസത്തേക്കോ അല്ല 1 ദിവസത്തേക്കോ ഒക്കെ ഇങ്ങനെ ഫീഡ് കൊടുക്കാതിരിക്കും. നമ്മൾ സാധാരണ ഇവന് ചെമ്മീനാണ് കൊടുക്കുന്നത്, വല്ലപ്പോഴും ഒക്കെ മത്തിയും ഒക്കെ മേടിച്ച് കൊടുക്കും. ഇവനിങ്ങനെ ഉരുണ്ടൊക്കെ ഇരുന്നാലേ ഇവനെ കാണാനും ഒരു രസമുള്ളൂ. അപ്പോൾ നമ്മൾ ഇവനെ ഗ്രോ ചെയ്യിക്കാൻ വേണ്ടി ഈ ഒരു വലിയ ടാങ്ക് ഇവന് തന്നെയായിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഫിഷിൻ്റെ കൂടെ ഇട്ടപ്പോൾ ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ സെയിലായി പോയൊരു വലിയൊരു സ്നേക്ക് കട്ട് ഉണ്ടായിരുന്നു. അത് ഇവൻ ചെറുതായിരുന്ന സമയത്ത് ഇവനെ കുറേ ഉപദ്രവിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ഇവനെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഈ സെപ്പറേറ്റ് പോണ്ടിലോട്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ളവൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. കാരണം അവൻ ശരിക്കും ഒരു മുതലയുടെ സ്വഭാവം പോലെ തന്നെയാണ്, ഒരു മുതല തന്നെയാണ്, ഒരു പ്രീ ഹിസ്റ്റോറിക് ബീസ്റ്റാണ്. അപ്പോൾ അവൻ്റെ സ്കെയിലെന്നൊക്കെ പറയുന്നത് നല്ല കട്ടിയാണ് കേട്ടോ, നല്ല കട്ടിയുള്ള സ്കെയിലൊക്കെയാണ്. നമ്മുടെ നോർമൽ ഫിഷിൻ്റെ പോലെയല്ല, ഒറിജിനൽ ഒരു മോൺസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇവിടെ കീപ്പ് ചെയ്യുന്ന ഒരു മോൺസ്റ്റർ. അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ഫിഷുകളെല്ലാം കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഫിഷുകളാണ്. നമ്മൾ നമ്മുടെ പോണ്ടും എല്ലാം വൃത്തിയാക്കി സെറ്റപ്പാക്കി അധികം അസുഖങ്ങളൊന്നും വരാതെ പോലെ പ്രൊട്ടക്ഷൻ എല്ലാം ചെയ്ത് എല്ലാം വളർത്തി കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്ന ഫിഷുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്ന രീതിയിലേലും അത് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളൊരു കാര്യം ഓർത്താലറിയാം, ഈ മോൺസ്റ്റർ ഫിഷ് എന്ന് പറയുന്നത് വളരും തോറും ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടും. പിന്നെ ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അലിഗേറ്ററിനാണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫംഗസ് ഇഷ്യൂ വന്നിട്ട് അത് കൂടെ പെട്ടുപോയി. കാരണം അവനെ ഒന്ന് പിടിക്കാൻ തന്നെ കുറച്ച് പാടാണ്. അപ്പം അങ്ങനെ കുറച്ച് പാടൊക്കെ ഉണ്ട് മോൺസ്റ്റർ ഫിഷിനെ വളർത്തുമ്പോൾ. പിന്നെ മോൺസ്റ്റർ ഫിഷിനെ വളർത്തുന്നവർക്ക് ഇതൊന്നും പ്രശ്നമില്ലല്ലോ, നമുക്ക് മോൺസ്റ്റർ ഫിഷ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം നമ്മൾ ടേക്ക് ഓവർ ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പോൾ അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഈ ഫിഷുകളെല്ലാം നമ്മൾ സെയിലിനുള്ളതാണ് കേട്ടോ. അപ്പം സെയിലിനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അരോണ ഒഴിച്ച് ബാക്കി എല്ലാ ഫിഷിനെയും നമ്മൾ സെയിൽ ചെയ്യും. അരോണ എൻ്റെ പേഴ്സണൽ കീപ്പിംഗ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. കാരണം ഞാൻ അവനെയാണ് ആദ്യമായിട്ട് മേടിച്ച എൻ്റെ മോൺസ്റ്റർ ഫിഷ്. അപ്പോൾ അവനെ ഞാൻ കൊടുക്കില്ല, ബാക്കി എല്ലാത്തിനെയും നമ്മൾ സെയിൽ ചെയ്യും. ഒരു നല്ല റേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും സെയിൽ ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക, ആവശ്യമുള്ളവർ മാത്രമേ കോൺടാക്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മോൺസ്റ്റർ ഫിഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഹാപ്പി ഫിഷ് കീപ്പിംഗ് ഗൈസ്. ബൈ.